നിനക്ക് ഓംപ്ലേറ്റ് അത്രക്കും ഇഷ്ടാണോ? എന്നാ ഈ വീഡിയോ കാണാൻ നിൽക്കണ്ട. കാരണം അതോടൊട്ട് തിന്നാല് പിന്നെ ഉണ്ടാക്കി തിന്നും. മാത്രമല്ല മടിയന്മാർക്കൊക്കെ ക്യുക്ക് ആൻഡ് സിമ്പിൾ റെസിപ്പി അല്ലേ വേണ്ടത്. ഇത് സംഭവം അടിപൊളിയാണ്, സിമ്പിളാണ്, കുക്കാണ്, ക്യുക്കാണ്. ഒരു കോൾക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഞയിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മളെ ഈ ഒരു ഓംപ്ലേറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മുട്ടയ്ക്ക് മാത്രമേ ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ശേഷം ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ പാടം ഇട്ടിട്ട് ഒന്നോട്ട് ഇളക്കി കൊടുക്കുക. ഒന്നോട്ട് മിക്സ് ചെയ്താൽ മതി. ഇന്നത്തെ ഒരു പീസ് സവാള ഇതേമാതിരി ചെറിയതായിട്ട് മുറിച്ചത് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഇതേമാതിരി ഒന്ന് ഇളക്കുക. നല്ലോണം ഇട്ട് ഇളക്കിക്കോട്ട് എല്ലാം പാടം ഒന്ന് മിക്സാവട്ടെ. ഇതേമാതിരി അതിന് ശേഷം ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്നങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇടുന്നത് ഒരു 2-3-4 വെളുത്തുള്ളി ഇതേമാതിരി അരിഞ്ഞിട്ട് ചൂടായ ഈ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചച്ചായ എന്നും മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇതുപോലെ കൈ കൊണ്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇതേമാതിരി പൊട്ടിച്ചേരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതേമാതിരി ഒരു വിത്തിനാ മതി. നമ്മൾ കഴുകിയ കരിവേപ്പിൻ്റെ ഇലയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള അതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം. സവാള ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലോണം വയറ്റി കൊടുക്കുക. ഇതായിപ്പൊ നല്ലോണം വയറ്റി വന്നിക്കണെങ്കിൽ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് പൊടിമലാസകൾ ഇടാണ്ട്. ഫസ്റ്റ് തന്നെ മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഏറ്റവും കഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ സാധാ മുളക് പൊടി ഇട്ടോളി. പിന്നെ ഒരു 1/2 സ്പൂണ് അല്ല കുറച്ച് മഞ്ഞപ്പൊടി. ശേഷം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഈ ഒരു ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതും കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും 1/4 സ്പൂൺ വെച്ചാണ് ഇട്ടിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാല എന്നിവ പൊടിമലാസുകളൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഈ പൊടികൾ പച്ചമണക്കൊന്ന് മറന്നവരെ നോക്കി കൊടുക്കണം കേട്ടോ. ഇവിടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മുട്ട ഉണ്ടല്ലോ, ഉള്ളിയും കുരുമുളക് പൊടി കെട്ടിയിട്ടുള്ള അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒന്നായിട്ട് കൊണ്ട് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്നൊക്കെ സെറ്റാക്കി കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേമാതിരി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് വേവുന്ന അവരൊന്ന് അടച്ചു വെക്കണം. ഇതാ അവിടെ സംഭവം റെഡി ആയിട്ടുണ്ട്. സംഭവം റെഡി എന്ന് പറയുന്നത് ഇതുപോലെ കരിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നമ്മളെ ഓംപ്ലേറ്റ്, നമ്മളെ മസാല ഓംപ്ലേറ്റ് ഒന്ന് കരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഉള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റിനൊരു കുറവില്ല മക്കളെ. ഈ ഒരു ഓംപ്ലേറ്റിൻ്റെ ഈ ചോറിനിപ്പോൾ വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രയുള്ളപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.